തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളതും ബാലയ്യ സാർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഷോട്ട് കഴിഞ്ഞാലും അവിടെ ഒരു ചെയറിലിട്ട് ഒരു സ്പീക്കറും ഉണ്ടാവും, പുള്ളിയുടെ ഒരു മൊബൈലുണ്ടാവും, അല്ലെങ്കിൽ ടാബ് ഉണ്ടാവും. അതിൽ പുള്ളിയുടെ അച്ഛൻ്റെ കാലത്തെ പടങ്ങൾ അതിങ്ങനെ പ്ലേ ചെയ്ത് കാണിച്ചിരും. ഇന്ത്യ സീനോ ഇന്ത്യ എന്നിട്ട് പുള്ളിയുടെ ഡയലോഗിനനുസരിച്ച് ഒപ്പം ഇവിടെ ഇരുന്ന് ഡയലോഗ് പറയും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, നമ്മളത് കുറച്ച് തമാശാക്കിയിട്ടും ട്രോളായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വിഷ്വൽ കണ്ടിട്ട് ഇദ്ദേഹം താഴെ നിന്നിട്ട് വാ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പുള്ളി ആ സമയത്ത് അങ്ങോട്ട് 70-80 അങ്ങോട്ട് ടൈം ട്രാവൽ മൂവികൾ ചെയ്തിട്ടുണ്ട്. നമ്മളാണ് ഈ ലോജിക്കൽ നിൽക്കുന്നത് ഇപ്പോഴും കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അല്ലേ. പുള്ളിയുടെ അച്ഛൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അച്ഛൻ തന്നെ എൻ്റെ ആളല്ല, സീനോ വേണ്ടിയാണ്. പുള്ളിയുടെ പടങ്ങൾ ഇങ്ങനെ പുള്ളിനെ പറ്റി പറയുക, പുള്ളിയുടെ പടങ്ങൾ ഇട്ട് തരിക, പുള്ളിയുടെ ഡയലോഗ്സ് പുള്ളി തന്നെ പറയുക. അതിൻ്റെയോടൊപ്പം നമ്മൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ പടങ്ങൾ ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ ഡയലോഗ്സ് പറയില്ല, അതേപോലെ. പക്ഷെ അച്ഛൻ്റെ ആണ് പുള്ളിയുടെ. അതാണ് അതിലേറ്റവും അതിശയം തോന്നുന്നത് എൻ്റെ ഡാഡിയും വരെ വന്നിട്ടുണ്ടായിരുന്നു. ഡാഡിയും പലയും തമ്മിൽ ഇവർക്ക് ഡാഡിക്കാണെങ്കിൽ തെലുങ്ക് അറിയില്ല, പലയ്ക്ക് മലയാളം അറിയില്ല, കുറച്ചൊക്കെ അറിയാം. ഇവർ തമ്മിൽ കുറേ നേരം ഇരുന്ന് സംസാരിക്കും.